ഭക്തജനങ്ങളെ സംബന്ധിച്ചവർക്ക് ഏറെ വിഷമവും സങ്കടവും ഒരു ആശങ്കയും ഒക്കെയായി. ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചോ, ഇനി അതുകൊണ്ടാണോ, നിർമ്മാണത്തിൽ അപാകതയൊന്നും അല്ലെന്ന് മനസ്സിലാക്കി. പക്ഷെ പിന്നെന്ത്, ഈ ഒരു അത്ഭുത സംഭവത അറിഞ്ഞപ്പോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നിയതാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. അങ്ങനെ കരക്കാരെല്ലാം ഒത്തുകൂടി എല്ലാവരും ചേർന്ന് നന്ദികേശനെ വലിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതായത് കെട്ടുകാള അണിയിച്ചൊരുക്കിയ അതേ സ്ഥലത്ത് നിന്ന് ഒരു ചുവട് ആ നന്ദികേശൻ മുന്നോട്ട് പോകുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അവർ നേരെ ആ കാവിലേക്ക് പുറപ്പെട്ടു. കാവിലെത്തി നാഗരാജാവിന്റെ മുന്നിൽ സമസ്ത അപരാധങ്ങളും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സാക്ഷാൽ നാഗരാജാവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുത സംഭവ കഥയാണ്. നാഗദൈവങ്ങളെ പറ്റി നമുക്കറിയാം, കൺകണ്ട ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ. പ്രീതിപ്പെടുത്തിയാൽ വാരിക്കോരുത്തിൽ, പിണക്കിയാൽ സന്തതി പരമ്പരകൾക്ക് തന്നെ അത് വൻ നാശമുണ്ടാക്കും. ശരിക്കും അവിടെയുള്ള ഭക്തജനങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയൊരു സംഭവം. ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഈ ആദ്യത്തെ കളക്ടർ സമിതിയിലെ അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഇന്നും മറക്കാൻ പറ്റാത്തൊരു സംഭവമായി പോയി അത്. നമസ്കാരം. അത്ഭുതം അവിശ്വസനീയം പരിപാടിയിൽ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സാക്ഷാൽ നാഗരാജാവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുത സംഭവ കഥയാണ്. നാഗദൈവങ്ങളെ പറ്റി നമുക്കറിയാം, കൺകണ്ട ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ. പ്രീതിപ്പെടുത്തിയാൽ വാരിക്കോരുത്തിൽ, പിണക്കിയാൽ സന്തതി പരമ്പരകൾക്ക് തന്നെ അത് വൻ നാശമുണ്ടാക്കും. നാഗരാജാവ് എന്ന് പറഞ്ഞാൽ വാസുകി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാക്ഷാൽ പരമശിവന്റെ കഴുത്തില് അദ്ദേഹത്തിന്റെ ഒരു ആഭരണമായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാഗം അതാണ് വാസുകി. ആ നാഗരാജാവുമായി ബന്ധപ്പെട്ട ഒരു, അല്ലെങ്കിൽ നന്ദികേശനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവ കഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പരബ്രഹ്മമൂർത്തി കൊടുക്കുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങളിൽ ഒന്നാണ് 28ാം ഓണം മഹോത്സവം. ആ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. ചിങ്ങമാസത്തെ തിരുവോണം കഴിഞ്ഞ് അടുത്ത തിരുവോണം, അതായത് കന്നിമാസത്തെ തിരുവോണ നാളിലാണ് 28ാം ഓണം മഹോത്സവം ആഘോഷിക്കുന്നത്. ഈ 28ാം ഓണം മഹോത്സവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കരകളിൽ നിന്ന് നന്ദികേശന്മാരെ അണിയിച്ചൊരുക്കി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്ന ഒരു വലിയ ഉത്സവമാണ്. അത് ഓരോ കരയിലും ഇപ്പോൾ തന്നെ കരകളിൽ ചില നന്ദികേശന്മാരുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഉത്സവമാണ് ഓരോ കരയിലും. ഭയഭക്തി ബഹുമാനത്തോടെയാണ് നന്ദികേശന്മാരുടെ ആ ഒരു കെട്ട് നിർമ്മാണം ചടങ്ങുകളും ഒക്കെ ഓരോ കരക്കാരും നടത്തുന്നത്. കാരണം ഭഗവാന്റെ, സാക്ഷാൽ പരമശിവന്റെ വാഹനമാണ്. നമുക്കെല്ലാം അറിയാം നന്ദികേശനെ എത്രത്തോളം പ്രീതിപ്പെടുത്തുന്നോ അത്രത്തോളം ഭഗവാന്റെ, പരമശിവന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കെട്ടുകാളുകളുടെ നിർമ്മാണമൊക്കെ ഇപ്പൊ തന്നെ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. വലിയ കെട്ടുകാളുകൾക്കൊക്കെ ഒരുപാട് ദിവസങ്ങൾ വേണ്ടിവരും അതിന്റെ നിർമ്മാണം ഒക്കെ പൂർത്തീകരിക്കാൻ. നന്ദികേശന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടാവും. അതുപോലെ ഓരോരോ ചടങ്ങുകളും ഒക്കെ ആയിട്ട് വലിയ വിപുലമായ രീതിയിലാണ് ഓരോ കരക്കാരും ആഘോഷിക്കുന്നത്. ഇനി ആ ഒരു സംഭവ കഥയിലേക്ക് പോകാം. ഓച്ചിറ വലിയ കുളങ്ങര ആദിത്യ കാളകെട്ട സമിതി, ആ ഒരു സമിതിയുടെ നേതൃത്വത്തിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് വർഷങ്ങളായിട്ട് നന്ദികേശനെ അണിയിച്ചൊരുക്കി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരുപാട് വിപുലമായ രീതിയിലാണ് ഒരുപാട് പരിപാടികളും ചടങ്ങുകളും, ഈ പുഴുക്ക് പൊങ്കാല എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. ആ ഒരു പൊങ്കാലയിടലും ഒക്കെ നടത്തിയാണ്. അതുപോലെ ഭഗവാന്റെ നന്ദികേശന് മുന്നിൽ പറ സമർപ്പിക്കല്, അതുപോലെ ഗണപതി ഹോമം, അങ്ങനെ തിരുമേനിയൊക്കെ വിളിച്ചിട്ട് വലിയ ചടങ്ങുകളോടുകൂടിയാണ് ഈ ആദിത്യ കാളകെട്ട് സമിതിയിൽ ആ ഒരു നന്ദികേശനെ അണിയിച്ചൊരുക്കുന്നത്. അങ്ങനെ ഒരിക്കല് ഈ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച് 28ാം ഓണത്തിന്റെ രാവിലെ ഏതാണ്ട് 8 മണിയോടോ 8:30 കൂടിയാണെന്ന് തോന്നുന്നു, ഈ കെട്ടുകാളകളെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലേക്ക് വലിച്ചു തുടങ്ങി. അങ്ങനെ കരക്കാരെല്ലാം ഒത്തുകൂടി എല്ലാവരും ചേർന്ന് നന്ദികേശനെ വലിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതായത് കെട്ടുകാള അണിയിച്ചൊരുക്കിയ അതേ സ്ഥലത്ത് നിന്ന് ഒരു ചുവട് ആ നന്ദികേശൻ മുന്നോട്ട് പോകുന്നില്ല. എന്തായിരിക്കും കാരണം? നാട്ടുകാര്, ആ പ്രദേശത്തുള്ളവരെല്ലാം ഒരുപാട് പേര് ചേർന്ന് വലിക്കാൻ തുടങ്ങി. നന്ദികേശൻ അനങ്ങുന്നില്ല. അതിന്റെ ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് കരുതിയവർ അതൊക്കെ നോക്കി. പക്ഷേ അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ നന്ദികേശൻ മുന്നോട്ട് പോകുന്നില്ല. ഭക്തജനങ്ങളെ സംബന്ധിച്ചവർക്ക് ഏറെ വിഷമവും സങ്കടവും ഒരു ആശങ്കയും ഒക്കെയായി. ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചോ, ഇനി അതുകൊണ്ടാണോ, നിർമ്മാണത്തിൽ അപാകതയൊന്നും അല്ലെന്ന് മനസ്സിലാക്കി. പക്ഷെ പിന്നെന്ത്, അത് തങ്ങളുടെ ഭാഗത്തുണ്ടായ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളാണോ, അതിൽ ക്ഷമിക്കണം എന്നൊക്കെ പലരും പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടും നന്ദികേശൻ അനങ്ങുന്നില്ല. ഒടുക്കം
അവിടുത്തെ ഭാരവാഹികൾ ഈ നന്ദികൃഷ്ണ മുന്നിലെ പൂജകളൊക്കെ നടത്തുന്ന ഒരു തിരുമേനിയുണ്ട്, വിഷ്ണു തിരുമേനി. അതായത് ഉച്ചിറ വലുളങ്ങര ദേവീക്ഷേത്രത്തിലൊക്കെ ദീർഘകാലം തിരുമേനിയായിട്ട് മേൽശാന്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ വെലുളങ്ങര കരയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചടങ്ങ് നടന്നാൽ, ഇതുപോലുള്ള വിശേഷ ചടങ്ങുകളൊക്കെ നടന്നാൽ തിരുമേനിയാണ് വിളിക്കുന്നത്. ആ തിരുമേനിയാണ് ഈ നന്ദികൃഷ്ണന്റെ മുന്നിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചു, അവിടുത്തെ ഭക്തജനങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചു എന്താണ് ഇതിനൊരു പരിഹാരം. ഒടുക്കം അവരൊരു തീരുമാനമെടുത്തു. നന്ദികൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട പൂജകളൊക്കെ ചെയ്യുന്ന തിരുമേനിയെ ഒന്ന് ഫോണിൽ വിളിച്ച് ഈ വിവരം, ഈ ഒരു വിഷമം തിരുമേനിയോട് അവതരിപ്പിക്കാമെന്ന്. അങ്ങനെ വിഷ്ണു തിരുമേനിയെ ഒരു ഫോണിൽ വിളിച്ചു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോ തിരുമേനി ചോദിച്ചു, സമീപത്തെ കാവിൽ നിങ്ങൾ വിളക്ക് തെളിയിച്ചു എന്ന് ചോദിച്ചു. അപ്പോ ഈ നന്ദികൃഷ്ണനെ കെട്ടുന്നതിന്റെ സമീപത്തായിട്ട് നരിയാണിയിൽ കാവ് എന്ന് പറയുന്ന ഒരു കാവുണ്ട്. അവിടെ നാഗരാജാവും നാഗദൈവങ്ങളും ഒക്കെ കുടികൊള്ളുന്ന, നാഗദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്, ഒരു കാവ് തന്നെയാണ്, ഒരു കുടുംബക്ഷേത്രമാണ്. എല്ലാ വർഷവും ഈ നന്ദികൃഷ്ണനെ അണിയിച്ചൊരുക്കി ഇറക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് സമീപത്തെ ഈ കാവിൽ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വന്ന് തൊഴുത് ഒരു വിളക്ക് തെളിയിക്കും. എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കും. കാരണം നാഗരാജാവ് ആരാണ്? ശിവന്റെ കഴുത്തിൽ ശിവന്റെ ആഭരണമാണ്, ശിവന്റെ പ്രിയപ്പെട്ട ആളാണ്. നന്ദി ആരാണ്? ശിവഭഗവാന്റെ വാഹനമാണ്, ശിവന്റെ പ്രിയപ്പെട്ട ആളാണ്. ഇവരുടെ ഈ ഭരണസമിതി അംഗങ്ങളുടെയും ഭക്തകളുടെ ഒക്കെ ആ ഒരു തിരക്കിനിടയ്ക്ക് ആ ഒരു വർഷം ഈ നന്ദികേശനെ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ദീപം തെളിയിച്ചില്ല, അവർ വിട്ടുപോയി. എല്ലാ വർഷവും അവിടെ ദീപം തെളിയിച്ചിട്ടാണ്, നാഗരാജാവിന് മുന്നിൽ ദീപം തെളിയിച്ചിട്ടാണ് ഈ നന്ദികേശന്മാരെ ഇറക്കുന്നത്. അങ്ങനെ തിരുമേനി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അവിടെ പോയി ദീപം തെളിയിക്കണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അവർ നേരെ ആ കാവിലേക്ക് പുറപ്പെട്ടു. കാവിലെത്തി നാഗരാജാവിന്റെ മുന്നിൽ സമസ്ത അപരാധങ്ങളും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഒരു നിലവിളക്ക് തെളിയിച്ചു. എന്നിട്ട് തിരിച്ച് നന്ദികേശന്മാരുടെ അടുത്ത് വന്ന് നന്ദികേശന്മാരെ വലിച്ചു തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, അതുവരെ ഒരടി ചലിക്കാതിരുന്ന നന്ദികേശന്മാർ മുന്നോട്ട് ഉരുളാൻ തുടങ്ങി. ശരിക്കും അവിടെയുള്ള ഭക്തജനങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയൊരു സംഭവം. ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഈ ആദ്യത്തെ കാലഘട്ട സമിതിയിലെ അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഇന്നും മറക്കാൻ പറ്റാത്തൊരു സംഭവമായി പോയത്. അതാണ് നാഗരാജാവ്. പ്രത്യേകിച്ച് മണ്ണാർശാല കുടുംബാംഗവുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അവിടെ വാസുകിയും ഉണ്ട്, അനന്തനുമുണ്ട്. വാസുകി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ, ശിവഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ഭഗവാനാണ്. ഈ വാസുകി ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് സാധിച്ചു. ക്ഷിപ്രപ്രസാദിയാണ്, അതുപോലെ തന്നെ ക്ഷിപ്രകോപിയാണ്. ചെറിയ കാര്യം മതി അദ്ദേഹത്തിന് പിണങ്ങാൻ. അദ്ദേഹം പിണങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കാര്യം പറയണ്ടല്ലോ. പക്ഷെ അനന്ത ഭഗവാൻ അങ്ങനെയല്ല, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു തരാൻ കുറച്ച് താമസിക്കും. ഇനി നമ്മൾ എന്തെങ്കിലും അറിഞ്ഞറിയാറുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറെ അധികമൊക്കെ ക്ഷമിക്കും. അതിനുശേഷമേ ആ ഒരു പിണക്കത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ടാവുമോ അതൊക്കെ ഉണ്ടാകും. ഏതായാലും പറഞ്ഞു വരുന്നത്, നാഗദൈവങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. നമ്മൾ അതുപോലെ പ്രീതിപ്പെടുത്തിയ ഭഗവാൻ അതുപോലെ നമ്മളെ ഉയർത്തും. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും അത് നമുക്ക് നമ്മുടെ കുടുംബത്തിനും വലിയ ദോഷങ്ങൾക്കിടയാവുകയും ചെയ്യും. ഈ ഒരു അത്ഭുത സംഭവത അറിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നിയതാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. അപ്പോൾ ഈ ഒരു അത്ഭുത കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു അത്ഭുത സംഭവ കഥയുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.